നമ്മുടെ അച്ഛനമ്മമാരുടെ എല്ലാം ആരോഗ്യത്തിന്റെ പ്രധാന രഹസ്യം എന്താണെന്നോ? അവര് കഴിച്ച കെമിക്കൽ ഇല്ലാത്ത ഭക്ഷണം തന്നെ. അതിലൊരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ ഇന്നൊരു നാടൻ വിഭവം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം അമ്മ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഈ ചേനത്തണ്ട്. കർക്കിടക മാസം ആയതുകൊണ്ട് ഇത് കഴിച്ചാൽ ചൊറിയില്ലെന്നാണ് അമ്മയുടെ വാദം. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സത്യം പറഞ്ഞ എന്റെ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. അതിന് ഞാൻ ആദ്യം ഞങ്ങളുടെ അമ്മയോട് നന്ദി പറയണം. അമ്മയുള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഇതെല്ലാം നട്ട് നനച്ച് വളർത്തുന്നതും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതും. അപ്പോൾ അധികം വർത്താനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ആദ്യമേ തന്നെ ചേനത്തണ്ട് ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഈ തണ്ട് 3-4 കീറി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിയുമ്പോൾ കയ്യിൽ നന്നായി എണ്ണ തടകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അരിയുന്നയാള് ചൊറിഞ്ഞു വിഷമിക്കും. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഈ ചേനത്തണ്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകുമ്പോഴും കഴിവതും തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത പരിപാടി തേങ്ങ ഒതുക്കലാണ്. അതിനായി കുറച്ച് നാളികേരവും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും എടുക്കുക. ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കേണ്ടത്. ഇനി എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ തേങ്ങ നന്നായിട്ട് വാടിക്കിട്ടും. ശേഷം നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള ചേനത്തണ്ട് കൂടി ഈ നാളികേരത്തിലേക്ക് ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെയുള്ള നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. ഈ ചേനത്തണ്ട് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് 1 വാളൻ ചെറുപയർ കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾ അനുസരിച്ചിട്ടാണ് ചെറുപയർ എടുക്കേണ്ടത്. വേവിച്ചു വെച്ച ചെറുപയറും ചേനത്തണ്ടും കൂടി ഇനി ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചേനത്തണ്ടും ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ബൈ.